നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ആലിക്കര മരത്തംകോട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BP റെജീന നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, വാർഡ് മെമ്പർ ഷഹന മുജീബ്, KK വിജയൻ, MA കലന്തൻ, അബ്ദുറസാഖ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വാട്ടർ ടാങ്ക് വയ്ക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്ത് നൽകിയ മുൻ പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായ സുലൈമാൻ മുണ്ടംലാക്കൽ പ്രവാസി കൂട്ടായ്മ ആലിക്കര പൊന്നാടയണിയിച്ച് ആദരിച്ചു. തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ ചേർന്നാണ് ആദരിച്ചത്. ജനകീയ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളത്തിനു വേണ്ടി മികച്ച വിജയം കരസ്ഥമാക്കിയ ആലിക്കരയിലെ ഫുട്ബോൾ താരം മുഹമ്മദ് ബാസിത്തിനെയും ചടങ്ങിൽ ആദരിച്ചു. മുൻ പ്രവാസി കൂടിയായ നമ്മുടെ സുലൈമാൻ ഖാനെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുലൈമാൻ ഖാനെ നമ്മുടെ പ്രവാസി കൂട്ടായ്മ GCC കോമ്രേഡ് എന്ന് പറഞ്ഞ സംഘടന ഈ പരിപാടിയിൽ ആദരിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ആലിക്കരയുടെ പ്രശസ്തി ഇന്ന് കേരളം മൊത്തം ദേശീയ തലത്തിൽ. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല. ജില്ലയിൽ 10,000 കണ്ണികളായി. പുലാമന്തോൾ പാലം മുതൽ ചെറുതുരുത്തി പാലം വരെയായിരുന്നു ജില്ലയിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മനുഷ്യച്ചങ്ങല തീർത്തത്. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെല്ലാമായിരുന്നു മനുഷ്യച്ചങ്ങല. ജില്ലയിൽ 10,000 മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായത്. ജില്ലയിൽ പുലാമന്തോൾ പാലം മുതൽ ചെറുതുരുത്തി പാലം വരെയുള്ള 27 കിലോമീറ്ററോളം ദൂരത്താണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ഉച്ചയോടെ തന്നെ മനുഷ്യച്ചങ്ങലയിലേക്കുള്ള പ്രവർത്തകർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി പട്ടാമ്പി മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. 4 മണിയോടെ തന്നെ മനുഷ്യച്ചങ്ങലയുടെ പ്രാരംഭഘട്ടം ആരംഭിച്ചിരുന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ളവർ അടക്കം മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. വിളിയൂർ, കൊപ്പം, പട്ടാമ്പി, ഓങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ പൊതുയോഗങ്ങളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ മേലെ പട്ടാമ്പിയിൽ മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയായി അണിനിരന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പട്ടാമ്പിയിലും CPI സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഗ ഓങ്ങല്ലൂരിലും പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വെളിയൂരിൽ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത്. കൊപ്പത്ത് DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീനും പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. തൃത്താല പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഞാങ്ങാട്രി മാട്ടായ ബദാം ചുവട്ടിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എൻട്രി ലെവൽ അംഗീകാരം ലഭിച്ചു. ആരോഗ്യ സ്ഥാപനങ്ങൾ വിവിധ ഗുണമേന്മ മാനദണ്ഡങ്ങൾ കൈവരിക്കുന്നതിന്റെ പൊതു അംഗീകാരമായാണ് NABH അക്രഡിറ്റേഷൻ ലഭിക്കുക. അടിസ്ഥാന സൗകര്യ വികസനം, രോഗി സൗഹൃദം, രോഗി സുരക്ഷ, ഔഷധ ഗുണമേന്മ, അണുബാധ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ നിലവാരം വിലയിരുത്തിയാണ് NABH അംഗീകാരം നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തിന്റെ ആദ്യപടിയാണ് ഈ അംഗീകാരം. നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണമാണ് ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്. 10 വർഷം മുൻപാണ് ഡിസ്പെൻസറി വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് മോഴിക്കുന്നം ബ്രഹ്മദത്തൻ സർക്കാരിലേക്ക് സൗജന്യമായി നൽകിയ സ്ഥലത്ത് പാലക്കാട് ജില്ലാ പഞ്ചായത്തും തൃത്താല ഗ്രാമപഞ്ചായത്തും ഫണ്ട് വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത്. 2022 ഡിസംബർ 17 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആശുപത്രി കെട്ടിടം നാടിന് സമർപ്പിച്ചു. പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച 1 വർഷത്തിനിടയിലാണ് ഈ അംഗീകാരം എത്തിയത്. ഗവൺമെന്റ് ആയുർവേദ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ മുന്നോടിയായി കഴിഞ്ഞ ഒക്ടോബറിൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് പ്രൊവൈഡേഴ്സ് സംഘം സ്ഥാപനം സന്ദർശിച്ചിരുന്നു. ആയുഷ് എൻട്രി ലെവൽ പരിശോധക ഡോക്ടർ സജിനി, നാഷണലൈസ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സുനിത, ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV രമ എന്നിവരാണ് സന്ദർശനം നടത്തിയത്. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ച വിവരം എല്ലാവരും സന്തോഷം അറിയിക്കുകയാണ്. ഞാങ്ങാട്ടിക്ക് സമീപം മാട്ടായ മുടവന്നൂർ റോഡിലെ ബദാം ചുവട്ടിലാണ് തൃത്താല ഗ്രാമപഞ്ചായത്തിൻ്റെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത്. NABH എന്നാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ എൻട്രി ലെവൽ അംഗീകാരമാണ് സ്ഥാപനത്തിൽ ലഭിച്ചിരിക്കുന്നത്. ആരോഗ്യ സ്ഥാപനങ്ങളെ വിവിധ ഗുണമേന്മ മാനദണ്ഡങ്ങൾ കൈവരിക്കുന്നതിൻ്റെ പൊതു അംഗീകാരമായാണ് NABH അക്രഡിറ്റേഷൻ നൽകുക. അടിസ്ഥാന സൗകര്യ വികസനം, രോഗി സൗഹൃദം, രോഗി സുരക്ഷ, ഔഷധ ഗുണമേന്മ, അണുബാധ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ നിലവാരം വിലയിരുത്തിയാണ് NABH നൽകുന്നത്. സംസ്ഥാനത്തെ ഗവൺമെൻറ് ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തിൻ്റെ ആദ്യപടിയാണ് ഈ അംഗീകാരം.
നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടു കൂടി നമ്മുടെ തൃത്താല ഗ്രാമപഞ്ചായത്തിൻ്റെ സജീവമായ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ കൃഷ്ണദാസ്, ഫാർമസിസ്റ്റ് ആരിസ് സലാഹ്, യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ടി വി അർച്ചന എന്നിവരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ആശുപത്രിയുടെ പ്രവർത്തനം. CCTV ന്യൂസ്, തൃത്താല. പ്രശസ്തമായ ചങ്ങരംകുളം മൂക്കുതല കണ്ണേങ്കാവ് ഉത്സവം സമാപിച്ചു. വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നടന്ന പറവെപ്പിന് ആയിരങ്ങളാണ് എത്തിയത്. പകൽപൂരങ്ങൾക്ക് തുടക്കമായതോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കരിങ്കാളികൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. വൈകുന്നേരം ജനസാഗരങ്ങളെ കൊണ്ട് ക്ഷേത്ര പരിസരം നിറഞ്ഞു. റോഡുകളിൽ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും പലയിടത്തും ഗതാഗതം മുടങ്ങി. ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 7 മണിയോടെ ആരംഭിച്ച വെടിക്കെട്ട് കാണാൻ പതിനായിരങ്ങളാണ് എത്തിയത്. വെടിക്കെട്ട് അവസാനിച്ചതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാത്രി ഏറെ വൈകിയും വരവുകൾ എത്തിയിരുന്നു. പുലർച്ചെയോടെ പൂരത്തിന് സമാപനമായി. ചങ്ങരംകുളം മൂക്കുതല കണ്ണേങ്കാവ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന വെടിക്കെട്ടിന് അനുമതിയില്ലെന്ന് ആരോപിച്ച് ചങ്ങരംകുളം പോലീസ് കേസെടുത്തു. വെടിക്കെട്ട് കമ്മിറ്റി ഭാരവാഹികൾക്കെതിരായാണ് സർക്കാരിന്റെ അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് ഇന്ത്യൻ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസെടുത്തത്. വടക്കുമുറി, പിടാവന്നൂർ, കാഞ്ഞിയൂർ ദേശങ്ങളുടെ വെടിക്കെട്ട് കമ്മിറ്റിക്കെതിരായാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ വർഷങ്ങളായി നടന്നുവരുന്ന ക്ഷേത്രോത്സവത്തിൽ വെടിക്കെട്ടും സാധാരണയായി നടന്നു വരാറുള്ളതാണ്. വെടിക്കെട്ടിന്റെ ഭാഗമായി ഇന്നേവരെ കാര്യമായി അനിഷ്ട സംഭവങ്ങളോ അപകടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നിരിക്കെ കമ്മിറ്റിക്കെതിരെ കേസെടുക്കുന്നതിനെതിരെ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ഇടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം, തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. ആധുനിക ക്ലാസ് സമുച്ചയം പൂർത്തിയാക്കുന്നതിനായി 3.90 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കാണ് തുടക്കമായത്. തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T. സുഹറയുടെ അധ്യക്ഷതയിൽ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കില ചീഫ് മാനേജർ KC സുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, P. മനോമോഹനൻ, TS ഷെറീന, M. ശ്രീലത, V. രേഷ്മ, PTA പ്രസിഡന്റ് P. മണികണ്ഠൻ, AO PV സിദ്ദിഖ്, K. പ്രസാദ്, രാഷ്ട്രീയ പ്രതിനിധികൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കോടികൾ പ്രഖ്യാപിച്ചിട്ട് പോയി. എവിടെ പോയി കോടികൾ? ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ. കഴിഞ്ഞ 2.5 കൊല്ലത്തൊരു അനുഭവം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു പദ്ധതി അനുവദിച്ച് കിട്ടിയാൽ അത് പറയുള്ളൂ, സന്തോഷം ജനങ്ങളോട് പറയും, പങ്കുവയ്ക്കും, പ്രഖ്യാപിക്കും. പിറ്റേ ദിവസം മുതൽ ചോദിക്കുക എന്തായി? ഇത് വെറുതെ പറയണതാണ്. തൃത്താലയിൽ ആസ്പത്രി 12.5 കോടി പ്രഖ്യാപിച്ചു.
ചിലർ അറിഞ്ഞിട്ടും ചിലർ അറിയാതെയും. നിഷ്കളങ്കമായിട്ടാണ് ചിലരൊക്കെ, ചിലർ ബോധപൂർവമാണ് വിചാരിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു, അനുവദിച്ചു, പിറ്റേ ദിവസം അവിടെ തറപ്പണി തുടങ്ങുമെന്നാണ്. അങ്ങനെയാണോ സർക്കാരിൻ്റെ പദ്ധതി? നിരവധി അനുമതികൾ ആവശ്യമില്ലേ? നിരവധി പേപ്പർ വർക്ക് നടക്കാനില്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? പക്ഷെ ഇവിടെ പിറ്റേ ദിവസം ചോദിക്കും. പട്ടാമ്പി കോടല്ലൂരിൽ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മുഹമ്മദ് മോസിൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുങ്ങിമരണങ്ങളും ജലാശയങ്ങളിലെ അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പട്ടാമ്പി കൊടലൂർ സ്വദേശികളായ അക്ബറും അബു താഹിറും സൗജന്യ നീന്തൽ പരിശീലനവുമായി രംഗത്തെത്തിയത്. പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരിങ്ങാട്ടുകുളത്തിലായിരുന്നു നീന്തൽ പരിശീലനം നൽകിയത്. പ്രായഭേദമന്യേ നിരവധി പേർ നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു. നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് ജില്ലാ ട്രോമോ കെയറിന്റെ നേതൃത്വത്തിൽ യോഗ്യതാ ടെസ്റ്റും സംഘടിപ്പിച്ചിരുന്നു. ഈ യോഗ്യതാ ടെസ്റ്റിൽ വിജയികളായവർക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത്. മുഹമ്മദ് മോസിൻ MLA സർട്ടിഫിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജലാശയങ്ങൾ ഏറെ കൂടുതലുള്ള ഒരു നാടാണ്. കുളങ്ങളുണ്ട്, പുഴകളുണ്ട്, കായലുണ്ട്, കടലുണ്ട്, എല്ലാ തരത്തിലുള്ള ജലാശയങ്ങളുമുള്ള നാടാണ്. മാത്രമല്ല അത്യാവശ്യം നന്നായി മഴ കിട്ടുന്ന ഒരു നാട് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നീന്തൽ വളരെ അനിവാര്യമായി കേരളത്തിൽ ജീവിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ്. ഇവിടെ ഇരിക്കുന്ന കുറെ മുതിർന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെ പ്രത്യേകിച്ച് പരിശീലനം ആരും നടത്തിയിട്ടല്ലെങ്കിലും മിക്കവാറും ആളുകൾക്കൊക്കെ തന്നെ നീന്തൽ അറിയാം. കാരണം അന്ന് നാട്ടിലുണ്ടായിരുന്ന എല്ലാ കുളങ്ങളിലും കിണറുകളിലും പുഴകളിലും ഒക്കെ നമ്മൾ നീന്തി വന്നവരാണ്. എന്നാൽ പുതിയ തലമുറ പലപ്പോഴും നീന്തൽ അറിയുന്നവരല്ല. കണക്കുകൾ പറയുന്നത് 11,000-ലധികം ആളുകളാണ് കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് കേരളത്തിൽ വെള്ളത്തിൽ മുങ്ങി മരണം സംഭവിച്ചത്. അതിൽ ചില ആളുകൾ ആത്മഹത്യയായിട്ട് ചെയ്തവരുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് നീന്തൽ അറിയാത്തത് കൊണ്ട് മരണം സംഭവിച്ച ആളുകൾ വളരെയേറെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മുങ്ങി മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് നീന്തൽ പരിശീലനം. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷൻ വി വിജയകുമാർ, സേതൽ വി വടക്കേതിൽ, മുനീറ ഉനൈസ്, CP പ്രദീപ്, ഉമ്മർ ഫാറൂഖ്, മണി ശ്രീലക്ഷ്മി, റിയാസുദ്ദീൻ, സംഘാടകരും പരിശീലകരുമായ അക്ബർ, അബു താഹിർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ട്രോമോ കെയർ ജില്ലാ ജനറൽ സെക്രട്ടറി PV ഷമീർ വിഷയാവതരണവും നടത്തി. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്കാണ് ഫെബ്രുവരി 2-ന് പട്ടാമ്പിയിൽ സ്വീകരണം നൽകുക. വൈകുന്നേരം 3 മണിക്ക് മേലെ പട്ടാമ്പിയിലാണ് സ്വീകരണമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 29-ന് കാസർഗോഡ് നിന്നുമാണ് യാത്ര ആരംഭിക്കുക. ഫെബ്രുവരി 13-ന് തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും. കേരളത്തിലെ വ്യാപാരികൾ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അടച്ചുപൂട്ടലിന്റെ ആത്മഹത്യയുടെയും വക്കിലാണ് ചെറുകിട വ്യാപാരികളെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. വ്യാപാരികളെ, കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള വ്യാപാരികളുടെ മുഴുവൻ ഒപ്പുശേഖരണം നടത്തി 5 ലക്ഷത്തിലധികം ഒപ്പുശേഖരണം നടത്തി അത്തരമൊരു നിവേദനം, ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള നിവേദനം അന്ന് ഫെബ്രുവരി 13 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കും കൂടി ചെയ്യുന്നതാണ് ഈ യാത്രയുടെ സമാപനം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ സമരത്തിന് ആധാരമായിട്ട് ഉയർത്തുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ഒന്ന്, പ്രാദേശികമായ ഗവൺമെൻറ്റുകളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളൊക്കെ ഒരുപാട് വിഷയങ്ങളാണ് വ്യാപാരികൾക്ക്, പ്രതിസന്ധികളാണ് വ്യാപാരികൾക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ കടകളിൽ പൊതു ശൗചാലയങ്ങൾ ഉണ്ടാക്കണമെന്നും പൊതു വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണമെന്നുൾപ്പെടെയുള്ള അപ്രായോഗികമായ ഉത്തരവുകൾ പിൻവലിക്കണമെന്നും ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവരിൽ മാത്രം യൂസർ ഫീ വാങ്ങി ഈടാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മാലിന്യം നിക്ഷേപിക്കാൻ കഴിയുന്ന ബിന്നുകൾ 10-100 സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ളൊരു കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിൽ 3 ബിന്നുകൾ സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഈ ബിന്നുകളിൽ ഒന്ന് ജൈവ മാലിന്യം, മറ്റൊന്നിൽ അജൈവ മാലിന്യം, വേറൊന്നിൽ പ്ലാസ്റ്റിക് മാലിന്യം. ഇങ്ങനെ ഈ 3 ബിന്നുകൾ സ്ഥാപിച്ച് ആ ബിന്നുകളിൽ പൊതുജനങ്ങൾക്ക് പോലും
അതുവഴി നടന്നു പോകുന്ന പൊതുജനങ്ങൾക്ക് പോലും അവരുടെ കയ്യിലുള്ള വേസ്റ്റ് അതിലിടാവുന്ന നിയമമാണ് ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത്. അത് ഞങ്ങൾ കെട്ടിസൂക്ഷിച്ച് ഹരിതകർമ്മസേനയുടെ ആളുകൾ വരുമ്പോൾ ഇത് കെട്ടിസൂക്ഷിച്ച് അവരെ ഏൽപ്പിക്കുന്ന ദൗത്യം വ്യാപാരികൾ ഏറ്റെടുക്കണം എന്നതാണ് ഏറ്റവും പുതിയ നയം. ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കില്ല എന്ന രൂപത്തിലാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിബന്ധനകൾ ഇറക്കിയിരിക്കുന്നത്. GSTയുടെ പ്രാരംഭകാലത്തെ സാങ്കേതിക സംവിധാനത്തിന്റെ പിഴവുകൾ മൂലം സംഭവിച്ച ചെറിയ തെറ്റുകൾക്ക് പോലും വ്യാപാരികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പിഴ അടിച്ചേൽപ്പിക്കുന്ന നോട്ടീസുകൾ പിൻവലിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 2 പട്ടാമ്പി നൽകുന്ന സ്വീകരണ യോഗത്തിൽ മണ്ഡലത്തിലെ 16 യൂണിറ്റുകളിൽ നിന്നുമായി 2000-ഓളം വ്യാപാരികൾ പങ്കെടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞ് നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കണം. ഈ ലൈസൻസ് പുതുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടത്. ഇതൊക്കെ ഇനി ലൈസൻസ് പുതുക്കിയാൽ തന്നെ 3-4 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കോപ്പി കിട്ടുന്നത്. ഈ ജാഥയിൽ നമ്മുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ബാബു കോട്ടയിൽ ഇതിൻ്റെ ഒരു പ്രധാന കോർഡിനേറ്ററായിട്ട് പ്രധാനപ്പെട്ട 5 ഭാരവാഹികളിൽ ഒരു അംഗമായി ഈ ജാഥയെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നയിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, മണ്ഡലം പ്രസിഡന്റ് മൊയ്തു വരമംഗലത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി KP റസാഖ്, പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസ്, യൂണിറ്റ് സെക്രട്ടറി സലീം റോയൽ, യൂത്ത് വിംഗ് പ്രതിനിധി സന്തോഷ് പട്ടാമ്പി, പ്രോഗ്രാം ചെയർമാൻ മുസ്തഫ വല്ലപ്പുഴ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. സംഗതികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലൈസൻസുകളൊക്കെ തന്നെ ഒട്ടനവധി ഫീസ് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വഴിവാണിഭം ലൈസൻസ് എടുത്ത് ഇത് ഫീസൊക്കെ അടച്ച് നടക്കുന്ന വ്യാപാരികൾക്ക് ഇല്ലാത്ത ആനുകൂല്യങ്ങളാണ് വഴിവാണിഭത്തിന് യഥേഷ്ടം ഈ മാലിന്യങ്ങളൊക്കെ തന്നെ ഉത്പാദിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. പണമില്ല, അതിനുണ്ടാക്കാവുന്ന സംവിധാനങ്ങൾ ഗവൺമെൻറ്റുകൾ സൃഷ്ടിച്ചെടുക്കണമെന്നാണ് ഞങ്ങൾ ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. ജനങ്ങളുടെ കൈകളിൽ പണം വന്നാലാണ് വ്യാപാരവും മറ്റെല്ലാ മേഖലയും അഭിവൃദ്ധിപ്പെടുകയുള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശം കൂടിയാണ് ഈ സമരത്തിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.